ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, പഠിതാക്കളെ, ശ്രീനാരായണ ഗുരുദേവൻ ഏകദേശം 4ഓളം വർഷം വാരണപ്പള്ളി ഗ്രഹത്തിൽ താമസിച്ചുകൊണ്ട് കുമ്മംപള്ളി രാമൻപിള്ളയാശാൻ്റെ ശിക്ഷണത്തിൽ സംസ്കൃതം പഠിച്ചു. കേവലം സംസ്കൃതം പഠിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. നീ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും കേട്ടു പഠിച്ചുകൊള്ളൂ എന്നുള്ള ആശാൻ്റെ അനുവാദം ഉള്ളതുകൊണ്ട് അവിടെ പഠിപ്പിക്കപ്പെട്ടിരുന്ന എല്ലാ വിദ്യകളും പഠിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. ആചാര്യൻ തൻ്റെ അറിവിൻ്റെ ഭണ്ഡാരം മുഴുവനും തൻ്റെ ശിഷ്യനായ നാരായണന് നൽകിക്കഴിഞ്ഞു. ഒരു ദിവസം ആചാര്യൻ ശിഷ്യനോട് പറഞ്ഞു, നാരായണ, എൻ്റെ അറിവ് മുഴുവൻ ഞാൻ നിനക്ക് പകർന്നു തന്നു കഴിഞ്ഞു. ഇനി ഒന്നും തരാനില്ല. ഇനി വേണ്ടത് നീ തന്നെ സമ്പാദിച്ചു കൊള്ളുക. നീ ഇപ്പോൾ തന്നെ എന്നേക്കാൾ ഉയരത്തിലാണ് എന്നെനിക്കറിയാം. ഭാവിയിൽ നീ കീർത്തിമാനാകും. നീ മൂലം ലോകത്തിന് നന്മ ഭവിക്കും എന്ന് ഞാൻ കരുതുന്നു. നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഗുരുവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ഗുരുകുലത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി നിവർത്തനായ ഗുരുദേവൻ ഭാവി കാര്യങ്ങളെപ്പറ്റിയുള്ള ചിന്തയിൽ മുഴുകി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ചെമ്പഴന്തിയിലേക്ക് മടങ്ങിപ്പോകണം. തൻ്റെ അറിവും കഴിവും നാടിനും നാട്ടുകാർക്കും ഉതകും വിധമുള്ള കർമ്മമണ്ഡലം കണ്ടെത്തണം. ഇവിടെയുള്ളവർക്കെല്ലാം എന്നോട് അതിരറ്റ സ്നേഹമാണ്. അവരോട് പോകാനുള്ള അനുമതി വാങ്ങുക എന്നതും പ്രയാസമാണ് എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ട് കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു പനി തുടങ്ങി. രോഗം അതിസാരമായി മാറി. വീട്ടുകാർ പറ്റുന്ന വിധം ചികിത്സയും പരിചരണവുമൊക്കെ ചെയ്തു. രോഗം മാറുന്ന ലക്ഷണമില്ല. അവർ വയൽവാരം വീട്ടിൽ ആളെ അയച്ച് വിവരം അറിയിച്ചു. മാടനാശാനും കൃഷ്ണൻ വൈദ്യനും വാരണപ്പള്ളിയിൽ വന്നു. വീട്ടുകാരും സഹപാഠികളും സുഹൃത്തുക്കളും ഗുരുദേവനെ യാത്രയാക്കുന്ന കാര്യത്തിൽ വളരെ ദുഃഖിതരായിരുന്നു. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഈ രോഗം ആരുടെയും മനക്ലേശത്തിന് കാരണമാകാതെ അവിടെ നിന്നും വിടവാങ്ങുന്നതിനുള്ള ഒരു കാരണമായിരുന്നു. ചെമ്പഴന്തിയിൽ തൻ്റെ ഭവനത്തിൽ എത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് രോഗം ഭേദമാക്കാനും സാധിച്ചു. ഗുരുദേവൻ വളരെ സഞ്ചാരപ്രിയനായിരുന്നു. വീട്ടിൽ സ്ഥിരമായി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക, ഊരു ചുറ്റി സഞ്ചരിക്കുക എന്നിങ്ങനെയുള്ള പ്രവൃത്തി ഇത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരാലോചിച്ചു, ഇവന് ഒരു കുടിപ്പള്ളിക്കൂടം ഉണ്ടാക്കി കൊടുത്താൽ ഇവൻ്റെ ഊരു ചുറ്റൽ നിൽക്കുകയും ഇവന് അതൊരു തൊഴിലായി തീരുകയും ചെയ്യും. ഈ നാട്ടിൽ നാണുവിനോളം പഠിത്തമുള്ള മറ്റാരും തന്നെ ഇല്ല താനും. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യം കേട്ടപ്പോൾ ഗുരുദേവനും ഇഷ്ടമായി. അങ്ങനെ വീടിനോട് ചേർന്ന് ഒരു കുടിപ്പള്ളിക്കൂടം ഉണ്ടാക്കി. ഗുരുദേവൻ അവിടെ നാണുവാശാനുമായി. അറിവും ബുദ്ധിയും സ്വഭാവശുദ്ധിയും ഉള്ള ഒരു വ്യക്തിയായിരുന്നു നാണുവാശാൻ. അതിനാൽ നാട്ടുകാർ അവരുടെ മക്കളെ ഗുരുദേവൻ്റെ വിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് ഗുരുദേവൻ സ്നേഹവും കാരുണ്യവുമുള്ള അധ്യാപകനായിരുന്നു. ഗുരുദേവൻ തൻ്റെ വിദ്യാർത്ഥികളോട് ഒരിക്കലും കോപിക്കുകയോ
ശാസിക്കുകയോ ചെയ്തിരുന്നില്ല. വിദ്യാർത്ഥികൾക്ക് സ്നേഹനിധിയായ ആചാര്യനായിരുന്നു ഗുരുദേവൻ. ആ നാളുകളിൽ ഗുരുദേവന്റെ മനസ്സ് ആധ്യാത്മിക വിഷയങ്ങളിൽ കൂടുതൽ ചലിക്കാൻ തുടങ്ങി. മിക്കപ്പോഴും സർവം മറന്ന് ഈശ്വരചിന്തയിൽ മുഴുകും. ഗുരുദേവൻ വീട്ടിൽ മറ്റുള്ളവരെല്ലാം ഉറങ്ങിയ ശേഷം ആയിരിക്കും ഉറങ്ങാൻ കിടക്കുക. അതുവരെ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. രാവിലെ വീട്ടിൽ ഉള്ളവരും മറ്റും ഉണരുന്നതിന് മുമ്പ് തന്നെ ഉണർന്ന് പാതെടുത്ത് വെച്ച് ഏകാന്തമായ സ്ഥലം തേടി പോകും. ഏകാന്തതയിൽ ധ്യാനനിഷ്ഠനായി ഇരിക്കും. കുളിയും ഭസ്മധാരണവും ജപവും എല്ലാം കഴിഞ്ഞ് ഭവനത്തിൽ വരും. അമ്മ നൽകുന്ന ഭക്ഷണം എന്തായാലും അത് കഴിക്കും. കളരിയിൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഔഷധ നിർമ്മാണത്തിലും രോഗികളുടെ പരിചരണത്തിലും ചികിത്സയിലും മറ്റും അമ്മാവനെ സഹായിക്കും. അധികം സംസാരിക്കാറില്ല. ഗുരുവിൻ്റെ സമപ്രായക്കാരായ യുവാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തനായിരുന്നു. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കാരണം ഇദ്ദേഹം സന്യാസിയായിത്തീരുമോ എന്ന ഒരു സംശയം വീട്ടുകാർക്ക് ഉണ്ടാകാതിരുന്നില്ല. അതിനാൽ മാതാപിതാക്കളും അമ്മാവന്മാരും എല്ലാം കൂടി ആലോചിച്ച് ഗുരുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അദ്ദേഹത്തെ ഗൃഹസ്ഥനാക്കാൻ തീരുമാനിച്ചു. നമസ്കാരം.